സത്യസന്ധത തെളിയിച്ച് KSEB ജീവനക്കാരൻ. KSEBയിൽ ബില്ലടയ്ക്കാൻ വേണ്ടി വന്ന ഉപഭോക്താവിന്റെ 2 ലക്ഷം രൂപ അടങ്ങിയ ബാഗ് യഥാർത്ഥ ഉടമയെ തിരിച്ചേൽപ്പിച്ച് KSEB ലൈൻമാനായ കനകൻ. എന്തോ നാടി ഈ കിടന്ന് നിലവിളിക്കുന്നത്? എന്തിന്? അതെ, ഏട്ടന്റെ ഓഫീസില് ആരാണ്ട് 2 ലക്ഷം രൂപയുള്ള ബാഗ് മറന്നു വെച്ചു. തിരിച്ചു കൊടുത്തന്നെ ഏട്ടൻ. എന്റെ കനകന് ഏട്ടൻ ഇവിടെ. ഏട്ടാ കനക, എന്താണ് നിങ്ങൾ രണ്ടുപേരും എന്താ പ്രശ്നം? എന്താ എന്നോട് പറയാത്തെ? എന്ത് ഫോട്ടോ വന്നേക്കണു. ഫോട്ടോയോ? അയ്യോ, ഇതെങ്ങനെ? ഇത് പത്രത്തിലും വന്നോ? എന്റെ ദൈവമേ. അയ്യോ, ഇതെന്തുണ്ടായെന്നറിയാമാ? ഇന്നലെ ഒരു കക്ഷി ബാങ്കിലേ ബില്ലടയ്ക്കാൻ വേണ്ടി വന്നപ്പോ ഞങ്ങൾ കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളി അങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ എന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ളതിന്റെ ഭാഗത്ത് ഒരു ബാഗ് കിടപ്പുണ്ട്. അപ്പൊ വെറുതെ എടുത്തു തുറന്നു നോക്കുമ്പോ ഇതിൽ നിറയെ പൈസ. അപ്പൊ ഇങ്ങനെ അടുത്ത് സംസാരിക്കുകയും ചെയ്തതാണല്ലോ. അപ്പൊ ഞാൻ ഓടിപ്പോയിട്ട് ഇത് അങ്ങേർക്ക് കൊണ്ടുകൊടുത്ത്. അപ്പൊ അയാളുടെ ബാഗിന്റെ പുറത്ത് ഇയാളുടെ എന്താണ് ഐഡന്റിറ്റി കാർഡിന്റെ കോപ്പിയൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അങ്ങേരുടെ തന്നെയാണെന്ന് തോന്നി നേരെ ഞാൻ ഓടിപ്പോയിട്ട് ഇത് അങ്ങേർക്ക് കൊടുത്തു. ഈ പൈസ കിട്ടിയപ്പോ അങ്ങേരുടെ സന്തോഷം കാണണം. അയാളെ കണ്ണുന്നൊക്കെ പിടിപിടുന്നതിന് വെള്ളം ചാടി. അങ്ങേര് പറയാണ്, ഞാൻ എൻ്റെ മോൾക്ക് കല്യാണത്തിന് സ്വർണം വാങ്ങിക്കാൻ വേണ്ടി എടുത്തു വെച്ച പൈസയാണ്, ഇത് എങ്ങനെ വീണ് പോയിന്ന് എനിക്ക് അറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പുള്ളി. ആർക്കായാലും സന്തോഷം വരത്തില്ലേ? അയാളുടെ മോടെ കല്യാണത്തിനുള്ളതല്ലേ? അല്ല, എന്നാലും ഇത് പത്രത്തിൽ വരുന്ന കാര്യമൊന്നും പുള്ളി എന്നോട് പറഞ്ഞില്ല. ഞാൻ ചായ കുടിച്ചു. എന്റെ മോനെ, നീ വലിയവനല്ല, നല്ലതാണ്. നീ ഒരുപാട് വലിയവനാവും. അല്ല, ഇനിയിപ്പോ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും. എനിക്ക് നീ കൂടിയ സന്തോഷം വേറെ ഒന്നുമില്ലടാ മക്കളെ. എന്തെന്നാണ് ക്ലീറ്റ? എന്താ? ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ വസ്തു കൂടെ മേടിച്ച് നമ്മുടെ ഇതിലൂടെ അങ്ങ് ചേർത്തിട്ട് ഒരു വലിയ ബംഗ്ലാവ് വെച്ചാലോ? വേണ്ട. അതെന്തേ? ഈ വസ്തു കണ്ടോ? അതെന്തെങ്കിലും ചെയ്യാൻ നോക്ക്. ഒരു ഉപകാരം ഇല്ലാതെ 19,000 രൂപ കൊണ്ടുവന്നിട്ടേക്കണതല്ലേ. ക്ലീറ്റോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്ലീറ്റോ, ലോകത്ത് എന്തോരം ബ്രോക്കർമാരുണ്ട്, അവർക്ക് ആർക്കും പറ്റണില്ലല്ലോ ഇങ്ങനെ അബദ്ധം. ആർക്കും വേണ്ടാത്ത സാധനമൊക്കെ ചുമന്ന് വീട്ടിലോട്ട് കൊണ്ടുവന്നോളൂ. എനിക്ക് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയല്ലേ. എന്തെങ്കിലും ഒരു ജോലിയിൽ വൃത്തിയായിട്ട് പേരെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? എന്നിട്ട് അടുത്ത വീട്ടിലെ പറമ്പ് നോക്കി പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. എന്ത്? ഏട്ടന്റെ ഫോട്ടോ. അയ്യോ, എന്ത് പറ്റി? കൈക്കൂലിക്കായിരിക്കും, അതാ കമ്പി മോഷണത്തിന്. ഇങ്ങോട്ട് നോക്ക്. ഇത് നോക്കിക്കേ, 2 ലക്ഷം രൂപ അടങ്ങിയ ബാഗ് ഉടമസ്ഥന് തിരിച്ചു കൊടുത്തുന്ന്. അതിനാ ഒട്ടം തന്നെ 2 ലക്ഷം രൂപ കിട്ടിയത് തിരിച്ച് ഉടമസ്ഥന് കൊടുത്ത അവൻ പുണ്യാളനായിക്കണ്. ആ പൈസ കയ്യിൽ വെച്ചുകൂടായിരുന്നു, എന്തെല്ലാം കാര്യം നടന്നനെ. എന്തെല്ലാം കഴിഞ്ഞെ? നിങ്ങളെ പോലെ അല്ല എല്ലാവരും. അവനെ കണ്ടവന്റെ മുതലും കൊണ്ട് നിന്നാ ദഹിക്കൂല. നിങ്ങളുടെ ദഹനക്കേട് അതാ. വന്നേക്കണ്. നോക്കട്ടെ, കാണട്ടെ. എനിക്കതല്ല, ഇനി ഓഫീസിലൊക്കെ സാറുമാർക്കൊക്കെ ഭയങ്കര ബഹുമാനായിരിക്കും. നിസ്സാര കാര്യമാണ് അത്. ഇത് ഭയങ്കര കാര്യം തന്നെ. ഇതൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് പറ്റാത്ത എന്താ? എനിക്ക് അവസരം വന്നാൽ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യും. അവസരം വരൂലല്ലോ. പാവത്തിന്റെ ചിരി നോക്കിക്കേ. പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട്. ഇല്ലെന്നേ, എന്നോട് ഒന്നും പറഞ്ഞില്ല. ഇന്ന് രാവിലെ പത്രം വന്ന് ഫോട്ടോ കണ്ടപ്പോ ഞാൻ ഞെട്ടിച്ചിരിക്കും. അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടെന്നേ. ഈ ഫോട്ടോ പത്രത്തിൽ വരുന്നത് വലിയ കാര്യമൊന്നുമല്ല. കാശ് കൊടുത്താൽ നമ്മളെ ഫോട്ടോ ഇടും പത്രത്തിൽ. നീ ഇത് കൊണ്ടുപോയിക്കേ, അല്ലെങ്കിലേ അവനെ പ്രാഗി 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 കൊല്ലും. പൊക്കോ. ഒരു ആങ്ങള സ്നേഹി. എന്താ നഷ്ടമുണ്ടോ? വന്നേക്കണ്. നിങ്ങൾക്ക് എന്തോരം സ്ഥലമുണ്ട് ഈ ചായ കുടിക്കാൻ എന്റെ പുറകെ കിടക്കണേ? പേപ്പരക്കകത്ത് വരുന്ന കുടിച്ചാ പോരെ? ഞാനേ ഇച്ചിരി കാറ്റും കൊണ്ട് ഈ വസ്തുവൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അയ്യോ, മേടിച്ചിട്ടേക്കാണല്ലോ വസ്തു നോക്കാൻ. അത് അതിന്റെ ഉടമസ്ഥൻ നോക്കിക്കോളും. അതെ, ഞാൻ ഈ വസ്തു മേടിക്കും, മേടിച്ച് അവിടെ ഒരു ബംഗ്ലാവും വെക്കും. അപ്പൊ എന്റെ കൂടെ താമസിക്കാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? നിങ്ങൾ മേടിക്കും, വസ്തു ഒന്നുമല്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്.
ഒന്നുമില്ല. ഇതിനെ എന്ത് കണ്ടിട്ടായിരിക്കും ഞാൻ നോക്കിയത്? ഇഷ്ടമാണ് എന്റെ കാര്യം. നമ്മളിപ്പോ ഈ 2 ലക്ഷം രൂപ അതിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് കൊടുത്തില്ല എന്ന് വെക്കി, എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? നമ്മുടെ 2 ലക്ഷം രൂപയുടെ കാര്യങ്ങൾ നടക്കും. എടാ നമ്മുടെ കാര്യം തൽക്കാലം നടക്കും, പക്ഷേ ഇതിന്റെ പേരിൽ നാളെ കേസാവും, കോട്ടാവും, പോലീസ് വരും, അവസാനം ജയിലിൽ പോയി കിടക്കേണ്ടി വരും. എന്തിന്? ഇത് കിട്ടുമ്പോ തന്നെ അങ്ങോട്ട് പങ്കിട്ടേക്കണം. പിന്നെ ഇതിനൊരു രേഖയില്ലേ? പോയത് 2 ലക്ഷം രൂപയല്ലടാ. ഈ 2 ലക്ഷം രൂപ പിന്നെ പോലീസിന് പിടിക്കാൻ അറിഞ്ഞൂടെ? കനക 2 ലക്ഷം രൂപ ഇപ്പൊ പോലീസിനെ ഏൽപ്പിച്ചു നോക്ക്. ഇവര് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങാട് പോയി ഇങ്ങാട് പോയിട്ട് ഇവന്മാര് ഇത് പങ്കിടും, അത് കിട്ടിയില്ല എന്ന് പറയും. അതൊക്കെ വെറുതെ പറയാതെ പോലീസുകാരുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ തുണ്ടുണ്ടാക്കും. ഇതിപ്പോ അറിയാതെ കൊടുത്തോണ്ട് ഗമയായി. അറിഞ്ഞിട്ട് ആയാലും ശരി, അറിയാതെ ആയാലും ശരി, കൊടുത്തല്ലോ, അതൊരു നല്ല സംഭവമായി. അതുകൊണ്ട് തന്നെ KSB നല്ല പേരുമായി. പറഞ്ഞ ശരിയാണ്ടാ. എന്നോട് ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? ഇത്രയും കാലത്തിന്റെ ഇടക്ക് KSB-യിലേക്ക് നല്ലൊരു വാക്കും പറഞ്ഞ് ഫോൺ കോള് വന്നതേ ഈ സംഭവം കഴിഞ്ഞ പിന്നെയാണ്. പത്രത്തിൽ ഇങ്ങോട്ട് വന്നേ പിന്നെ ഉണ്ടല്ലോ ഗംഭീര സംഭവമായി പോയി. ഭയങ്കര സന്തോഷത്തില്ല. എന്നെ രാവിലെ വിളിച്ചിരുന്നു. എടോ ഞാൻ ഈ പിന്നെ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയല്ലോ. പൈസ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് പുള്ളിക്ക് ഭയങ്കര ആവേശം മുതൽ പുള്ളി പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്ത്, പിന്നെ എന്റെ സെപ്പറേറ്റ് 1-2 ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ അതിങ്ങനെ പത്രത്തിൽ കൊടുക്കാനാന്നുള്ളവർ എനിക്കറിയില്ലായിരുന്നു. അത് സർപ്രൈസ് ആക്കി വെച്ച് എന്നോട് പറഞ്ഞാണ് എന്താണെന്നറിയാമോ? നമുക്ക് കനകന് ഒരു അനുമോദനം കൊടുക്കണമെന്ന്. അത് വേണം, അത് വേണം. അനുമോദനം വേണ്ടോ? ഇത് ഞങ്ങള് സ്റ്റാഫ് തീരുമാനിച്ചൊക്കെയല്ലേ, നീ അതില് ബന്ധപ്പെടൊന്നും വേണ്ട. പിന്നെ മറ്റേ പൈസ കിട്ടിയ ആളുണ്ടല്ലോ, അയാൾക്ക് എന്തോ സമ്മാനം നിനക്ക് തരാനുണ്ട്. അപ്പൊ ആ യോഗത്തിൽ വെച്ചിട്ട് പാരിതോഷികമൊക്കെ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേണം. അതൊന്നും വേണ്ടോ? വേണം വേണം, അനുമോദനം വേണം. മന്ത്രിനെ വിളിക്കും. പിന്നെ മന്ത്രിയെ വിളിക്കുമ്പോഴേക്കും മന്ത്രിന് വരും. വിളിച്ചു നോക്കാലോ, വന്നാലോ? വിളിച്ചു നോക്കാന്നേ, വരണെങ്കി വരട്ടെ, വിളിക്കാലോ. പിന്നെ ഫണ്ടിന്റെ കാര്യം, ഫണ്ട് നമുക്ക് എല്ലാവരും കൂടി കയ്യാ എന്തെങ്കിലും പിരിച്ചെടുക്കാം. ഫണ്ട് പിന്നെ ഫണ്ട് വേണ്ടേ? ഫണ്ട് വേണം, ഫ്ലെക്സ് അടിക്കണം, മൈക്ക് സെറ്റ് വേണം, പിന്നെ ഒരു ലഘു ഭക്ഷണം കൊടുക്കണം മന്നവർക്കൊക്കെ. നമ്മൾ ഇതിനകത്ത് ഇരുന്നിട്ട് വെറുതെ എന്തെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോലെ. എന്റെ കനക, ഇത് ചെറിയൊരു സംഭവം അല്ല നടന്നേക്കണത്. നമ്മുടെ സ്റ്റാഫിന്റെ ഇടയിൽ നിന്ന് ഒരാള് മാതൃക കാണിച്ചേക്കാണ് സമൂഹത്തിന്. അപ്പൊ അതിന്റെ നിലവാരത്തിനനുസരിച്ച് വേണം നമ്മുടെ പരിപാടികൾ നടത്താൻ. അതുമല്ല, നിന്റെ വീട്ടിൽ നിന്ന് ഭാര്യനെ, അമ്മേനെ എല്ലാവരും ക്ഷണിക്കണം. ക്ലീറ്റസിനെ ഉറപ്പായിട്ടും ക്ഷണിക്കണം. അവൻ ആ വാക്കുകൾ കേൾക്കണം. അങ്ങനെയെങ്കിലും അവനൊന്ന് നന്നാവട്ടെ. ഈ അനുമോദന ഇതുണ്ടാവുമല്ലോ, അപ്പൊ അതില് എന്നെ പ്രസംഗിക്കാൻ വിളിക്കരുത്. എന്താണ് പ്രസംഗിക്കണേന്? എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ലല്ലോ. അതൊക്കെ ഞങ്ങൾ എഴുതി തരാന്നാ, ഞങ്ങൾ വായിച്ചാ പോലെ. അതൊക്കെ ഭയങ്കര ബോറാണ്. അതൊക്കെ പറ്റൂല. നീ പിന്നെ എന്തിനാ കൊണ്ട് തിരിച്ചു കൊടുത്തത് പൈസ? ഇതിപ്പോ തിരിച്ചു കൊടുക്കണ്ടായിരുന്നു ഈ കോലത്തിൽ. അത് തന്നെ ഞാൻ പറയണ. പ്രസംഗിക്കണതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. 2 വാക്കങ്ങോട്ട് പറഞ്ഞാൽ മതി. അത് കുഴപ്പമില്ല, മൈക്കിൽ ഇങ്ങനെ പിടിച്ചാൽ മതി. അല്ല, നമ്മുടെ ഈ വൈൻഡിങ് വയറില്ലേ, ഇത് വെച്ചങ്ങോട്ട് കേട്ടാ അല്ലേ? ഫംഗ്ഷൻ അവിടെ അവർ തന്ന സമൂസ ഇല്ലേ, അത് കഴിച്ച പിന്നെ ഗ്യാസ് ഇച്ചിരി പഴകിയതാണെന്ന് തോന്നുന്നു കേട്ടോ. പഴകിട്ടൊന്നുമല്ല, 5-6 എടുത്ത് തിന്നുണ്ടായി. ആര്? ഞാൻ എന്നാലും എന്റെ ക്ലീറ്റോ അവിടെ എന്താ നടന്നത്? ഞാൻ ഇത്രയും വലിയ പരിപാടി ആയിരിക്കും വിചാരിച്ചല്ല പോയത്. അവിടെ എന്ത് നടന്നു? ഒരു സാധാരണ പരിപാടി, അതിന് അത്ര വലിയ അതിശയമൊന്നും കൊടുക്കണ്ട. നീ കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തേ. അടുക്കളയിൽ ഇരിപ്പുണ്ട് ക്ലീറ്റോ. എനിക്ക് വയ്യ, പ്ലീസ് ഇച്ചിരി എടുത്ത് കുടിക്കോ. വെള്ളം പോലും എടുത്ത് മേശപ്പുറത്ത് വെക്കല്ലോ. ക്ലീറ്റോ, ക്ലീറ്റോ എന്തോന്നടി ക്ലീറ്റോ, കനകനെ പറ്റി എന്താ പറഞ്ഞത്? എന്തോ പറഞ്ഞു? ഓ, കേട്ടില്ലായിരിക്കും. കനകൻ അവരുടെ ഓഫീസിന്റെ അഭിമാനാണ്. ഒരിക്കലും അവൻ ആ ഓഫീസിൽ നിന്ന് മാറരുത്, ഈ നാടിന്റെ അഭിമാനാണ്. ഓ, എനിക്കെന്താ അതിന്റെ കണ്ണ് നിറഞ്ഞു പോയി. പിന്നെ ഇതൊക്കെ വലിയ കാര്യമല്ലേ എടി. എന്റെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിന് ഞങ്ങളുടെ ജില്ലാ നേതാവ് എന്നെ പറ്റി പറഞ്ഞെന്താ അറിയാമോ? ക്ലീറ്റോയെ പോലെ ആയിരിക്കണം എല്ലാ അണികളും. ക്ലീറ്റോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പാർട്ടി ഒറ്റയ്ക്ക് നയിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവാണെന്നാണ് എന്നെ കുറിച്ച് പറഞ്ഞത്. ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇതുവരെ. നീ അതിന് വന്നോ? ഞാൻ വരണ സ്ഥലത്തൊന്നും ആൾക്കാർ ഇത് പറയേയില്ല, ഞാൻ വരാത്തപ്പോ എല്ലാരും ഇത് പറയുകയും ചെയ്യും. അതെന്താണോ അങ്ങനെ? നിങ്ങൾ വേറെ കാര്യം കേട്ടോ, 4-ാം വാർഡിൽ അവൻ ഇനി സ്വീകരണം കൊടുക്കണ്ടെന്ന്. എന്താല്ലേ 4-ാം വാർഡിൽ ഇതിപ്പോ ഇത് എന്തിനിങ്ങനെ ഇത്ര വലിയ സ്വീകരണം കൊടുക്കുക? ഇതൊരു വലിയ സംഭവമൊന്നുമല്ല, പണ്ട് കിടക്കുന്നു കേട്ടോ. ക്ലീറ്റോ, നല്ല വിഷമമുണ്ടോ? മുഖം കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു. അയ്യേ, ഈ കാര്യമൊക്കെ കണ്ടിട്ട് എനിക്കെന്ത് വിഷമം?
ഞാൻ ഇതുപോലെ ഒരുപാട് സ്വീകരണങ്ങൾ, നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പുതുമയായിരിക്കും. ആദ്യമായിട്ടല്ലേ കുടുംബത്തിൽ ഇങ്ങനെ, അവൻ ജീവിതത്തിൽ തന്നെ ഒരു നല്ല കാര്യം ഇപ്പോഴാണ് ചെയ്തത്. അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ച് പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതെ അതെ അതെ. ദേ എന്റെ പുറകിരുന്ന് വെച്ചാൽ ചേച്ചിമാരില്ലേ, അവരെന്ത് വലിയ ഓഫീസിലുള്ളവർ, അവര് പറയാണ് ഇംഗ്ലീഷ് പത്രത്തിലും ഇന്ത്യ ടുഡേയിലൊക്കെ അവന്റെ വാർത്ത ഇനി വരുന്നു, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന്. അത്ര ഭയങ്കര സംഭവമാണല്ലേ ഇത്. ആയിരുന്നതൊക്കെ സായന പത്രത്തിന്റെ ആൾക്കാരാ, ചുമ്മാ നിന്നെ പറ്റിച്ചതാണ്. ഇത് നല്ല വിഷമമുണ്ട്. ഉള്ള കാര്യം ഞാനെന്തിനു വിഷമിക്കണതങ്കം? ഫോൺ അടിക്കുന്നു. പാവത്തിന്റെ സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ടു. ആരെ വിളിച്ചോ? പരിചയത്തിൻ്റെ നമ്പറാണ്, പരിചയമുള്ള പോലെ ഉണ്ട്. ഹലോ, അത് ക്ലീറ്റോസ് ആണ്. നമ്മുടെ സംസ്കാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിരുന്ന പരിപാടിയോ? എന്നാ ഡേറ്റ് എന്നാ? 20-ാം തീയതിയോ? അതെ, 20-ാം തീയതി കുറച്ച് തിരക്കിട്ട പരിപാടികളുണ്ട്, എനിക്കന്ന് എത്താൻ ചിലപ്പോഴേ. കനകനോ? കനകൻ, അതെ, വേറൊന്നുമല്ല, കനകന് ഡെങ്കു അടിച്ചിട്ട് കിടക്കുകയാണ്, പനി. ചിലപ്പോഴേ എത്താൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ട് വരാം. എന്തേ? ഹലോ 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 കട്ട് ചെയ്തോ? അതേ, ഒരു സംഘടന വിളിച്ചതാ. ഒരു സംഘടന. ആർക്കാണ് ഡെങ്കിപ്പനി? ആർക്കും ഡെങ്കിപ്പനി ഇല്ല, അവര് ഡെങ്കിപ്പനിക്കെതിരെ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഞാൻ പ്രസംഗിക്കാൻ ചെല്ലണമേ. അതാണ് ഞാൻ ഓർത്തല്ല ആർക്കാ ഡെങ്കിപ്പനി. അല്ല, എന്തായാലും ഞാൻ ആലോചിക്കരുത്, നിന്റെ ആളെ സ്റ്റേജിൽ കയറി ഇന്ന് സംസാരിക്കാനും അറിഞ്ഞൂടാ, വിഴുങ്ങിയൊക്കെ. ശരി. വാ, അമ്മാ 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 അമ്മ. 4-ാം വാർഡുകാരെ സമ്മാനം കാണണ്ടേ? ഇതാ മാല. ഞാൻ സത്യത്തിൽ അമ്മ, ആളുകൾക്കൊക്കെ എന്നോട് ഭയങ്കര മുഷിച്ചിലായിരിക്കുന്ന വിചാരിച്ചത്. പക്ഷെ അങ്ങനൊന്നും അല്ലമ്മ, ഭയങ്കര ജനം. ഈ 4-ാം വാർഡിലുള്ള മുഴുവൻ ആളുകളും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും എത്തിയിട്ടുണ്ട് നാട്ടില. എടാ, സത്യസന്ധതയ്ക്കാണ് ഏറ്റവും വലിയ വിലയുള്ളത്. സത്യസന്ധത കാണിച്ചത് കൊണ്ടാണ് നിനക്ക് ഇന്നത് കിട്ടിയത്. അല്ല, ചില്ലറ പൈസ ആയിരുന്നാ അത്? ഒരു വലിയ തുകയില്ല, ആരെങ്കിലും കൊടുക്കോടാ അത്? പൊന്നു മോനെ, മോതാ വന്നിരിക്കുന്ന നിങ്ങളെ പോലെ തന്നെ അനുമോദനങ്ങളൊക്കെ ഏറ്റുവാങ്ങിട്ടാ വന്നിരിക്കുന്നത്. അമ്മ, ഇത് പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞിട്ടാ പ്രസംഗിച്ചപ്പാ. ഇവന്റെ അച്ഛനും ഇങ്ങനത്തെ ആളായിരുന്നു, സത്യസന്ധനായിരുന്നു. പുള്ളിയുടെ ഒരു മാർഗം തന്നെയാണ് കനകനു എന്നൊക്കെ പറഞ്ഞു. അല്ല, എന്നോട് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ വളർത്തുന്നതിന് കൃത്യനിഷ്ഠയും സത്യസന്ധതയും ഇല്ലാതെ ഒരു കാരണവശാലും വളർത്തരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. നീ എനിക്ക് ചായ പിടിച്ചിട്ട് പോ. അമ്മ, സ്വീകരണം എന്ന് പറഞ്ഞ ഒരു 1.5 സ്വീകരണമായിരുന്നു. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു ചടങ്ങ് നടന്നിട്ടില്ല. 2 സൈഡിലും കുടുംബശ്രീ പെണ്ണുങ്ങൾ ഇങ്ങനെ സെറ്റ് മുണ്ടും നാടനെ കൊടുത്തിട്ട് താലം, പടക്കം, പൊന്നാലക്കൊട. എന്റെ പൊന്നു, കുഞ്ചാക്കോ ബോബൻ ഇങ്ങോട്ട് വന്നപ്പോൾ കയ്യടി ഒന്ന് കേൾക്കണോ? കുഞ്ചാക്കോ ബോബനുണ്ടായിരുന്ന? കുഞ്ചാക്കോ ബോബനല്ലേ ഈ ട്രോഫി കനകന് കൊടുത്തത്. പുള്ളി അമ്മനെ അന്വേഷിച്ച്. അമ്മനെ പോലത്തെ ഒരു അമ്മയുടെ വയറ്റിൽ പിറന്നുകൊണ്ടാണ് കനകൻ ഇതുപോലത്തെ പ്രവൃത്തി ചെയ്യാൻ പറ്റണേന്ന്. ഷൂട്ടിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ വന്ന് കാണണമെന്ന് പറഞ്ഞതാണ്. പിന്നെ മാത്രല്ല, കുഞ്ചാക്കോ ബോബന്റെ അമ്മയെ കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പം പറഞ്ഞത് ഭയങ്കരല്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അത് ഗംഭീരമായത്. പിന്നെ മക്കളെ വളർത്തണമെങ്കിൽ ഇങ്ങനെ വളർത്തണമെന്നാണ്. മക്കളെ വളർത്തുകയാണെങ്കിൽ ഇങ്ങനെ സത്യസന്ധരായിട്ട് വളർത്തണം. എങ്ങനെയാണ് ഒരു അമ്മ മക്കളെ വളർത്തേണ്ടത് എന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പുള്ളി അതിഗംഭീരമായിട്ട് ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എനിക്ക് ഇതൊക്കെ കേട്ടിരുന്നിട്ടുണ്ടല്ലോ, ഇവന്റെ കൂടെ ജോലി ചെയ്തതിൽ തന്നെ അഭിമാനം തോന്നി. അത്രക്ക് ഗംഭീരമായി പോയി. കാര്യം ഒരു ചെറിയ കാര്യമാണ് നമ്മൾ ചെയ്തെങ്കിലും ഉണ്ടല്ലോ, ജനു അതങ്ങടെ ഏറ്റെടുത്തേക്കണമ്മ. അടുത്ത പ്രാവശ്യം പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോണേ സ്വീകരണത്തിന്. ഞാൻ ഇപ്രാവശ്യം അമ്മയോട് വരാൻ പറഞ്ഞതല്ലേ, വയ്യാതായി പോയില്ലേ? പക്ഷെ വരണ്ടായിരുന്നു. അല്ല, ഈ വീരഭദ്രൻ നായർ എവിടെ സ്വീകരണം ഉണ്ടെങ്കിലും പണ്ട് എന്നെ കൊണ്ടുപോകുമായിരുന്നു. അതായത് ഞാനിപ്പോ അതങ്ങ് ഓർമ്മിച്ചു പോയത്. അച്ഛന് സ്വീകരണമൊക്കെ കിട്ടിയിട്ടുണ്ടോ? പിന്നെ അന്നൊരിക്കൽ ഇദ്ദേഹം നടക്കാനായിട്ട് ഇറങ്ങി. നോക്കുമ്പോഴത്തേക്ക് വഴിയിൽ കുറെ തോക്കും ഉണ്ടയും ഒരു ചാക്ക് ബോംബും കൂടെ കിടക്കുന്നത്.
ഒരു ചാക്ക് ബോംബ്. ഇദ്ദേഹം ഇതെന്ത് ചെയ്തു? ഇതെല്ലാം കൂടെ വാരിയെടുത്ത് ആരാണെന്ന് തിരക്കി അറിഞ്ഞത് കൊണ്ട് ചെന്ന് അദ്ദേഹത്തിന് കൊടുത്തു. റോട്ടിൽ കൊണ്ടുവന്നിട്ടായിരിക്കും. അതെനിക്കെന്ന് പറഞ്ഞൂടെ, കിടന്ന് എടുത്ത് കൊണ്ട് കൊടുത്തു. ആ ബോംബെ എന്താണ് കുതിർന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെ ആയിരിക്കും. എന്തായാലും അതിന് ശേഷമാണ് അവർ യുദ്ധത്തിന് പോയത്. യോ, അന്ന് എന്തൊരു സ്വീകരണമായിരുന്നെന്ന് അറിയാമോ? പല 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 സ്വീകരണങ്ങളല്ലായിരുന്നോ? ഇംഗ്ലീഷുകാരൊക്കെ വന്നിരുന്നു, വീരപതക്കം വരെ കിട്ടിയതാ, അറിയാമോ? അതൊന്നും പറഞ്ഞിട്ടില്ല എന്നോട്. ഞാനും അറിഞ്ഞിട്ടില്ലടോ, ഞാനിപ്പോ അറിയുന്നല്ലേ ഉള്ളൂ. ഞാൻ ഇതൊന്നും ആരുടെയും പറയത്തു. ഞാൻ ഇങ്ങനത്തെ പതക്കം കണ്ടിട്ടില്ല. കാണിച്ചു. അപ്പൊ അതൊക്കെ എടുത്താൻ വന്നാല് ഞങ്ങള് കണ്ടില്ലേ, ഞങ്ങള് കണ്ടോട്ടെ. അത് അങ്ങ് പെട്ടിയുടെ അടിയിലെങ്ങാണ്ട കിടക്കുവാണ്. ഇനി ഇപ്പൊ അതൊക്കെ നോക്കിയെടുക്കാൻ എനിക്ക് അങ്ങനെ ചിലപ്പോ പെട്ടിയിലെങ്കിലും ഒട്ടി കിടക്കണ്ടാവും, കിട്ടൂല അത്. അമ്മ ഒരു കാര്യം ചെയ്യും, 2 ഗ്ലാസ് ചായ വെക്കി. അല്ല ജമന്തി എവിടെ? അയ്യോ, അവളവിടെ പായസം ഉണ്ടാക്കുന്നത്. ചായ വേണോ? പായസം കുടിക്കാന്നാ. ചായ ഇപ്പൊ അവിടെ സ്വീകരണ സ്ഥലത്ത് ലഡു വേണ്ട, ഒരു ചായ കുടിക്കാം. ജമന്തി ചായ ഞാൻ എടുത്തോളാം. ഇതേ നമുക്ക് ആ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ട് അമ്മക്ക് ഒരു സ്വീകരണം കൊടുക്കണം. തള്ളു വിടണേനേ. ഒരു ചാക്ക് പോകുമ്പോ റോട്ടിൽ കിടന്നേ ചെന്ന്. ഒരു കഷ്ടമാണ്. ഇത്രയും വർഷം ഞാൻ രാഷ്ട്രീയത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടില്ല. എല്ലാവരും കനകം കനകൻ. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നടരാജാ, നീ എവിടെ ഉണ്ട്? എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഓഹോ, അനങ്ങി വായന്റെ നടരാജ. എന്താ ഇത്? എവിടെയാണ്? ഒരു സ്ഥലത്ത് എത്താൻ പറഞ്ഞ കൃത്യസമയത്ത് എത്തണ്ടേ? താമസിച്ചുപോയി. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ആദ്യം കൃത്യനിഷ്ഠ വേണം കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു നിലയിലെത്താൻ പറ്റും. പിന്നെ നിന്റെ വലിയൊരു ആഗ്രഹം സാധിപ്പിക്കാൻ പോവുകയാണ്. എന്താണെന്നറിയാമോ? നീ എപ്പോഴും പറയാറില്ലേ നിന്റെ ഫോട്ടോ പത്രത്തിൽ വരണമെന്ന്? അതിപ്പോ വൈകാതെ തന്നെ സാധിക്കാൻ പോവുകയാണ്. പറയാം, ആക്രാന്തം വേണ്ട. അത് നീ എന്റെ കൂടെ സഹകരിക്കണം. നിൽക്കുമല്ലോ. എന്റെ ഭാര്യക്ക് സ്വർണ്ണം ഉണ്ടോ? ഉണ്ടോ? എന്റെ അമ്മായി ഇപ്പൊ കെട്ടിച്ചു കൊടുപ്പോ തോന്നി തന്നെ വിട്ടത്. അതെയോ? ഓ, നിന്റെ ഭാഗ്യവിടാ. അപ്പോ നീ അതിൽ നിന്ന് ഒരു 10 പവൻ സ്വർണം അവൾ അറിയാതെ എടുക്കണം. ചോദിക്കണം. അവളെ പെണ്ണുങ്ങളടുത്ത് ചോദിച്ചാൽ ഇതൊന്നും നടക്കത്തില്ല. നമുക്കത് വൈകിട്ട് തന്നെ തിരിച്ചു വെക്കാം. അപ്പൊ ഒരു 10 പവൻ സ്വർണം ഒരു ബാഗിൽ എടുക്കണം. എടുത്തിട്ട് നമ്മുടെ ഹൈവേൻ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൽ പോയി നീ ഒരു ചായ മേടിച്ച് കുടിക്കണം. അപ്പൊ തൊട്ട് പിന്നില് ഞാനിരുന്ന് ചായ കുടിക്കും. നീ ചായ കുടിച്ചിട്ട് ഈ ബാഗ് മറന്നു വെച്ചിട്ട് ഇറങ്ങി പോകുന്നു. എന്നിട്ട് പിന്നെ നീ എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയണം. സാറേ, സ്വർണ്ണം അടങ്ങി എന്റെ ബാഗ് കാണാനില്ല, എവിടെ നഷ്ടപ്പെട്ടെന്ന് എനിക്ക് അറിയില്ല എന്ന്. ഈ സമയം ഞാൻ എന്ത് ചെയ്യും? നിന്റെ ആ ബാഗ് അവിടെ നിന്ന് എടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞു, സാറേ, എസ് ഐ സാറേ, എനിക്ക് സ്വർണ്ണം അടങ്ങിയ ഒരു ബാഗ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഉടമസ്ഥനെ അറിയാത്തോണ്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ച് നടക്കായിരുന്നു. അപ്പൊ നടരാജൻ പറയും, സാറേ, ഇത് തന്നെയാണ് എന്റെ ബാഗ്, എന്റെ സ്വർണ്ണം ബാഗ് ഇത് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ സ്വർണം നിനക്ക് തിരിച്ചു തരുന്നു. അങ്ങനെ എസ് ഐയും പോലീസുകാരും ഒക്കെ നമ്മളെ പ്രശംസിക്കും. എന്നിട്ട് നാളത്തെ പത്രത്തിലൊരു വാർത്ത വരും. എന്താണെന്നറിയാവോ? ഒരു പൊതുപ്രവർത്തകൻ മറ്റൊരു പൊതുപ്രവർത്തകന്റെ സ്വർണം തിരിച്ചു നൽകി മാതൃകയായി. എന്നിട്ട് നമ്മൾ രണ്ടാളും കൂടെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ. എങ്ങനെ നീ ചിരിക്കണേ? ഇത് തന്നെ. ആ ഫോട്ടോ പത്രത്തിൽ വരും. മനസ്സിലായോ? എന്നാ എങ്ങനെയാണ് നീ ഒന്ന് പറഞ്ഞേ? അതായത് ഞാൻ എൻ്റെ ഭാര്യയുടെ സ്വർണ്ണം അടങ്ങിയ ബാഗുമായിട്ട് ഹൈവേ ഹോട്ടലിലേക്ക് വരുന്നു. എന്നിട്ട് ഞാൻ അവിടെ മറന്നു വെച്ചിട്ട് പോകുന്നു. അപ്പോൾ എൻ്റെ തൊട്ട് ബാക്കിൽ ക്ലീറ്റസ് ചായ കുടിക്കുന്നു. എന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുന്നു, എൻ്റെ ബാഗ് കാണാനില്ല. അപ്പോൾ ക്ലീറ്റസ് ആ ബാഗുമായിട്ട് വന്ന് സ്റ്റേഷനിൽ പറയുന്നു, സാറേ, ഒരു ബാഗ് കളഞ്ഞു കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ ബാഗ്. അപ്പോൾ ഈ ബാഗിൻ്റെ തിരിച്ചേൽപ്പിക്കുന്നു. അപ്പോൾ പോലീസുകാർ നമ്മുടെ രണ്ടുപേരും അഭിനന്ദിക്കുന്നു. നമ്മുടെ വോട്ട് പത്രത്തിൽ വരുന്നു. ഒരു പൊതുപ്രവർത്തനം നഷ്ടപ്പെട്ട ബാഗ് മറ്റൊരു പൊതുപ്രവർത്തകരെ കൊണ്ട് തിരിച്ചേൽപ്പിക്കുന്നു. നീ രാഷ്ട്രീയത്തിൽ കയറി വരും. അപ്പോ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമ്മൾ നാളെ എവിടെ വെച്ച് കാണും? ഹൈവേ ഹോട്ടലിൽ. എന്തിന്? ചായ കുടിക്കാൻ ബാഗ് മറന്നു നോക്കിയാ? അത് കഥയാണ്. നീ അവിടെ ഒന്നും പോകണ്ട. നീ പാർട്ടി ഓഫീസിന്റെ അടുത്തുള്ള മറ്റേ ആ ചെറിയ പീടികയില്ലേ നമ്മുടെ രാഘവണ്ണന്റെ, അവിടെ വരണം. ഞാൻ ആ സൈഡിലുണ്ടാവും. നീ സ്വർണവും ബാഗും എന്റെ തരുന്നു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുന്നു. ബാക്കിയൊക്കെ കഥയാണ് കേട്ടാ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല. പരിചയമുണ്ടല്ലോ. അത് ഇവിടെ അവിടെ ഒരു പരിചയമില്ല. പരിചയമൊന്നും പറഞ്ഞു കളയരുത്. ഒന്നും നടിക്കരുത് കേട്ടാ. വെല്ലം പറഞ്ഞ പോലെ
പിന്നെ നീ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഉണരണ്ട് പ്രവർത്തിക്കണം കേട്ടോ. നിനക്ക് രാഷ്ട്രീയത്തിൽ എൻ്റെ ഒപ്പം എത്തണ്ടേ? എനിക്ക് അരക്കോണം മുകളിലേക്ക് എത്തണം. അയ്യോ, അത്ര മേളിലോട്ട് പോകണ്ട. നീ എനിക്ക് താഴെ നിന്നാ മതി കേട്ടോ. എനിക്ക് താഴെ നിൽക്കാൻ ആളില്ലാതെ വന്നാലോ? അപ്പൊ ചെല്ല്, എല്ലാം പറഞ്ഞ പോലെ കേട്ടോ. ഇല്ല കർത്താവേ. ഒന്നുകൂടി വന്നേ. വേഗം വാടാ. നീ ആ ഡ്രസ് മറിക്കാൻ പോയത് നമുക്ക് സ്റ്റേഷനിലൊന്ന് പോണം. എന്തേ? ക്ലീറ്റസിന് പോലീസ് നോക്കിയടാ. എന്തിന്? എടാ, നിന്റെ ഫോട്ടോ പത്രത്തില് വന്നില്ലേ? അതുപോലെ പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടിട്ട് ഇവനും ഇവന്റെ കൂട്ടുകാരൻ നടരാജനും കൂടിയിട്ട് ഒരു കുരുത്തക്കട ഒപ്പിച്ചു. നടരാജന്റെ ഭാര്യയുടെ സ്വർണ്ണൊക്കെ ഒരു പേഴ്സിലാക്കിയിട്ട് നടരാജൻ ഹൈവേൻ ഹോട്ടലിൽ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് ഇങ്ങോട്ട് പോരണം. അതിന്റെ പിന്നാലെ ക്ലീറ്റസ് അത് എടുത്തിട്ട് സത്യസന്ധത തെളിയിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇതാണ് ഇവരുടെ പ്ലാന്. പ്ലാൻ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മുടെ നടരാജൻ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു, സാറേ എന്റെ സ്വർണം വെച്ച ബാഗ് പോയി. അതിന്റെ തൊട്ട് പിന്നാലെ നമ്മുടെ ക്ലീറ്റസ് സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി ചെന്നിട്ട് പറഞ്ഞു, സാറേ ഹൈവേൻ ഹോട്ടലിൽ നിന്ന് സ്വർണ്ണക്കടങ്ങിയ ഒരു ബാഗ് എനിക്ക് കിട്ടിയെന്ന്. ഇത് കേൾക്കേണ്ട താമസം പോലീസ് രണ്ടിനും കൂടി പിടിച്ച് അകത്തേക്ക് അവിടെ ഇട്ടു. എടി ഹൈവേൻ ഹോട്ടലിൽ പൂട്ടിയിട്ട് 1 മാസമായി. ഇത് പോലീസുകാർക്കറിയാം, ഈ പൊട്ടന്മാർക്കറിയണ്ടേ? അപ്പൊ എന്തോ തരികട കാണിക്കുകയാണ്. ഇവര് സ്വർണം കക്കണ കള്ളന്മാരാണെന്ന് സംശയിച്ചിട്ട് അപ്പൊ അകത്തിട്ടിരിക്കുന്നത്. നീ വേഗം ഇറക്കി കൊണ്ടുവരണം നമുക്ക്. ഞാനൊന്നുമില്ല, എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ കൈ വിടന്ന് എന്താണ് നിനക്ക്? അതെ, ക്ലീറ്റസിനെ കാണാൻ നേരെ ചെല്ല് പോലീസ് സ്റ്റേഷനിലേക്ക്. അതല്ലെങ്കിൽ നാളെ പത്രം വരുമ്പോഴും കാണാം, സ്വർണ്ണക്കടത്ത് 2 കള്ളന്മാർ അറസ്റ്റിൽ. അവൻ എങ്ങനെയും പത്രത്തിൽ വരണമെന്നല്ലേ ഉള്ളൂ, അത് സാധിച്ചല്ലോ. Versus Alien.